ഒത്തിരി പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ പോയ ഒരു ട്രിപ്പെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവല്ലേ. എന്നാൽ നിങ്ങൾ ഈ കാണാൻ പോകുന്നത് അങ്ങനെ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. സമയം ഇപ്പം 11 മണിയാവാൻ പോകുന്നത്. പോകാൻ ഒരുപാട് ചാൻസുകൾ കിട്ടിയിട്ടും ആ ചാൻസിൻ്റെ അവസാനമാകുമ്പം എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോകുന്നൊരു പ്രത്യേക അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. സ്കൂളിൽ നിന്ന് ടൂറ് പോകുമ്പോൾ വീട്ടുകാരോട് പൈസയ്ക്ക് ചോദിക്കുന്ന പോലെ ഇപ്പോൾ ഇത്രയും വയസ്സായിട്ടും അവരോട് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് മാത്രമേ ഇനി ആ ഒരു സ്ഥലത്തോട്ട് ഞാൻ പോകുള്ളൂ എന്ന്. പ്രമോഷൻ ചെയ്തിട്ടും ബുക്സിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുമൊക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ച വളരെ തുച്ഛമായ പൈസ കൊണ്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു യാത്ര കൂടിയായിരുന്നു കേട്ടോ ഇത്. 3 നേരത്തെ ഫുഡ് അടക്കം വെറും 2000 രൂപയ്ക്കാണ് ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. എന്തോ സക്സസ്ഫുള്ളി ആ ഒരു മിഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇതിലും കുറഞ്ഞ പൈസയ്ക്ക് അവിടെ പോയി തിരിച്ചു വരുന്ന ആളുകളും ഉണ്ടാവുക. അവിടുന്ന് കുടജാദ്രിയിലേക്ക് 5 മണിക്കൂർ യാത്രയുണ്ടെന്ന് പറഞ്ഞപ്പം ക്ഷേത്ര ദർശനം വൈകുന്നേരത്തേക്ക് ഞങ്ങൾ മാറ്റി. ഞങ്ങൾ നേരെ ഫ്രഷായി കുടജാദ്രിയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറയാലോ, എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനാണ്. അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ എല്ലാ സന്തോഷവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടാവും. ഒരു ജീപ്പിൽ 8 പേരെയാണ് അവർ പറയുന്ന കണക്ക്. ഞങ്ങൾ 7 പേരായതുകൊണ്ട് തന്നെ ഒരാൾ 530 രൂപ വെച്ചിട്ടായിരുന്നു അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വലിയ കാര്യം തന്നെയാണ്. ആ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടായ എക്സൈറ്റ്മെൻറ്റും സാറ്റിസ്ഫാക്ഷനും എൻജോയ്മെൻറ്റും എല്ലാം സർവജ്ഞപീഠം കണ്ട് തിരിച്ചിറങ്ങുമ്പോഴും എനിക്ക് അതേപോലെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ആ യാത്രയിലുണ്ടായിരുന്ന ആ 3 പേര്, അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. കാരണം എനിക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോ എടുക്കാനാണെങ്കിലും അവരത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പിൽ ഞാൻ അമ്മൂനെ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അരപ്പിരി ലൂസും നെല്ലിക്കയുടെ കണ്ടൻറ്റും ഒഴികെ ബാക്കി എല്ലാത്തിലും അവൾ ഓക്കെയാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യാനുള്ള റീസൺ അവൾ കോഴിക്കോടുകാരിയല്ല, തിരുവനന്തപുരംകാരിയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് വീട്ടിൽ ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അവർ നോ പറഞ്ഞില്ല എന്നായിരുന്നു. കൂടെയുള്ളവർ നടന്ന് പതിയെ കയറുമ്പോൾ ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഓടിക്കയറുകയായിരുന്നു ആ മല മൊത്തം. അത് കണ്ടിട്ട് അവരൊക്കെ പറയുന്നുണ്ട് ടയേർഡാവും, പതിയെ പൊക്കുമെന്ന്. പക്ഷേ എനിക്ക് ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിലും നമുക്ക് അത്രയും ആഗ്രഹമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് അതിൻ്റെ പീക്ക് ലെവലായിരിക്കും. അവിടെ എന്ത് ടയേർഡ്നെസ്. ആ ദിവസത്തെ ക്ലൈമറ്റ് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം കുറച്ച് നേരം മഴയും നല്ല മഞ്ഞുമായിട്ട് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ട്രക്കിംഗ് ആയിരുന്നു അത്. മല കയറിയപ്പോൾ കിട്ടിയ മഞ്ഞൊന്നും തിരിച്ചു വരുമ്പം കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ച് ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയും ഫോട്ടോയും ഞങ്ങൾ കയറുമ്പോൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മഞ്ഞ് കാരണം മുന്നോട്ടുള്ള വഴി പോലും കാണാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സർവജ്ഞപീഠത്തിനടുത്തെത്തി. അവിടെ നോക്കിയപ്പോൾ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനുള്ളൊക്കെ തിരക്കിലായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തുടങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരുപാട് നേരമൊന്നും അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് നേരം അവിടെ ഇരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു.